പരീക്ഷയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം SCERT ടെക്സ്റ്റ് ബുക്സിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ കൂടുതലിപ്പോൾ സോഷ്യൽ സയൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ബെയർ ടെസ്റ്റ് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതെ, കാരണം കോളംസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടാനായാലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആ ഒരു ബെയർ ടെസ്റ്റാണ്, NCERT SCERT ഒക്കെ. പിന്നീട് എനിക്കിപ്പോൾ UPSC ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായത് ഓൾറെഡി ഞാൻ NCERT കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെക്കാബുലറി പോർഷൻസ് കൂടുതൽ SCERT എന്നാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERTയുടെ വെക്കാബുലറി പോർഷൻസ്, ഗ്രാമർ പോർഷൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യയുടെ ബുക്കാണ് ഇതിന് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടുതലായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് മലയാളത്തിൻ്റെ കാര്യം ഇതുപോലെയാണ്. മലയാളം ഇതേപോലെ വെക്കാബുലറി പോർഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ പോർഷൻസ് ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാഹിത്യകാരന്മാരെ പറ്റിയിട്ടൊക്കെ വളരെയധികം അറിവുകളൊക്കെ ലഭിക്കുന്നുണ്ട് ഈ ബുക്കിൽ. ബട്ട് ജനറൽ സയൻസ് ഇതേപോലെയാണ്. അതിനകത്ത് ഈ ടാലൻറ്റിൻ്റെ ബുക്കിനകത്ത് SCERT NCERT ഉണ്ട്. അതിനകത്ത് പിന്നെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള ഇപ്പം +1 +2 NCERT എന്നൊക്കെ സയൻസ് ഡയറക്റ്റ്ലി ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൊല്യൂഷൻസും പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ട് ഫിസിക്സിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. ബട്ട് മാത്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ബേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ SCERT NCERT ഇത് നമ്മൾ PSCയിൽ മാത്രമല്ല UPSC SSC RRB തുടങ്ങിയ ബാങ്കിങ് തുടങ്ങിയ എക്സാംസിനെല്ലാം നമ്മുടെ ആ ഒരു ബേസ് രൂപപ്പെടുത്താൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ് ടാലൻറ്റിൻ്റെ 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള SCERT NCERT മാത്തമാറ്റിക്സിൻ്റെ ടോപ്പിക്സ് തറലി ഇതിനകത്ത് മെയിനായിട്ട് അവർ ഇൻക്ലൂഡഡ് ആണ്. സോ ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ എക്സ്ട്രാക്ട് ചെയ്ത്. എന്ന് വെച്ചാൽ അവർ ടോപ്പിക് വൈസ് ഈ ചാപ്റ്റേഴ്സ് എല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ടോപ്പിക്സ് ദ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്. അപ്പോൾ അതിനകത്ത് SCERTയിൽ ഏതൊക്കെ 5 മുതൽ 10 വരെയുള്ള SCERTs ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഈ ഒരു നമ്പർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതെല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. NCERTയുടെ അതേ കണക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു കോർഡിനേഷൻ കിട്ടും. ഓക്കെ. ബട്ട് ഐ തിങ്ക് ലക്ഷ്യയുടെ സ്കൂൾ ടൈം അത് നല്ലതാണ്. പക്ഷേ അതിനകത്ത് ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇതും കുറച്ചുകൂടെ ഒന്ന് സിലബസുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ടാണ് ടാലൻറ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇംഗ്ലീഷ് മലയാളം ലക്ഷ്യമാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ.